സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് നൂറ അയ്യൂബ്. സിഫ് ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഉദ്ഘാടനത്തിന്റെ അതിഥി കൂടിയാണ് നൂറ. ജിദ്ദയിലെ സിഫിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മലപ്പുറം വണ്ടൂർ സ്വദേശി നൂറയുടെ പ്രകടനം. പ്രൊഫഷണൽ താരങ്ങളെപ്പോലെ അവർ തുകിൽ പന്തിനെ ഏറിലാക്കി. ഇപ്പോഴോ നാട്ടിലേക്ക് പോയപ്പം പിന്നെ ഫുട്ബോൾ എന്നുള്ള സംഭവം തന്നെ ആയി മൈൻഡിൽ. അങ്ങനെ കമൻട്രി പറയാൻ അവസരം ലഭിച്ചു സൂപ്പർ ലീഗിൽ. അങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ നോളജ് വേണം, ടെക്നിക്കൽ നോളജ് വേണം എന്നുള്ള തോന്നൽ എന്നെ ഫുട്ബോൾ കോച്ചിങ്ങിലോട്ട് എത്തിച്ചു. ഫുട്ബോൾ കൂടി പറഞ്ഞാണ് നൂറ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. അന്ന് റിയൽ മാഡ്രിഡിന് വേണ്ടി, അന്നത് തൻ്റെ നാഷണൽ ടീം പോർച്ചുഗലിന് വേണ്ടി. പക്ഷേ ഇതിലെല്ലാമുള്ള കോമൺ ഫാക്ടർ ദാറ്റ് മാൻ. വൈ ദിസ് മാൻ ഇസ് കോൾഡ് ജീനിയസ് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി 39ാമത്തെ വയസ്സിലും തെളിയിക്കുന്ന ഗോളായിരുന്നു ക്ലാസിക്കൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ബൈസൈക്കിൾ കിക്ക്. മെസ്സിയാണ് ഇഷ്ടതാരം. ഒരു കളിക്കാരന് തൻ്റെ രാജ്യത്തിന് വേണ്ടി നേടാൻ പറ്റുന്ന ഏറ്റവും ഉന്നത സമ്മാനമായത് ഫിഫ വേൾഡ് കപ്പ്. അന്നീ ജനങ്ങൾ വീണ്ടും തിരുത്തി എഴുതി ദ ഡേ ഫുട്ബോൾ വോൺ, ദ ഡേ ഫുട്ബോൾ കംപ്ലീറ്റഡ്. December 18, 2022, the day written and directed by Lionel Andres Messi. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മക്കാവ് ഫുട്ബോളാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ സൂപ്പർ ലീഗിൽ തന്നെ പയ്യനാട് സ്റ്റേഡിയത്തിലുള്ള ഓഡിയൻസിൻ്റെ അറ്റൻഡൻസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോലെയുള്ള ഒരു സെലിബ്രേഷനൊക്കെയാണ് അവിടുത്തെ സ്റ്റേഡിയത്തിലെ ഫാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗദിയിലെ ഫുട്ബോളിനെ കുറിച്ചും പറയാനുണ്ട്. നമ്മളെപ്പോലെ എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു വേൾഡ് കപ്പ് ഇവിടെ വരും എന്നുള്ളതും, ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോലത്തെ പ്ലെയർ ഇവിടെ വന്ന് കളിക്കും എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. സോ ഇറ്റ് ഹാസ് ബിക്കം പോസിബിൾ ആൻഡ് യെസ് ഓഫ് കോഴ്സ് 2034 വേൾഡ് കപ്പ് വിൽ ബി ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. മമ്പാട് MES കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് നൂറ. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.